Hi all, today I want to tell you the difference between write function and a write lines function. See, you can see a small program A equal to within double quotes computer science. Then F equal to open off one file is there. Then I am using the mode, that means which mode I am using here, append mode, right? Okay. Then the next line is F dot write of A. F dot write of Python is there, then F dot close. Don't get confused with this. This is not this one, okay? This is actually the variable. So let me change the string name. Let me change to S, okay? അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ആ മോഡ് തന്നെ എന്നെയാണോ ഇവിടെ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ എസ്സിലേക്ക് നമ്മൾക്ക് ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. എ എന്നുള്ള മോഡ് വെച്ചിട്ടും ഫയൽ ഓപ്പൺ ചെയ്തു. ദെൻ ഐ എം യൂസിങ് എഫ് ഡോട്ട് റൈറ്റ് ഓഫ്. സി ഹിയർ ഐ എം നോട്ട് പുട്ടിങ് ഡബിൾ കോട്ട്സ്. വൈ? ബിക്കോസ് എസ് ഈസ് എ സ്ട്രിങ് ദാറ്റ് കണ്ടെയ്ൻ സം വാല്യൂ. കമ്പ്യൂട്ടർ സയൻസ് ഇസ് ദിയർ. ദെൻ എഫ് ഡോട്ട് റൈറ്റ് വിത്തിൻ ഡബിൾ കോട്ട്സ് ഐ എം ഗിവിങ് പൈത്തൺ. കാര്യം എന്താണെന്നറിയോ, എഫ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരു സ്ട്രിങ് ആണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് എത്ര വലിയ കണ്ടൻ്റ് ആണെങ്കിലും ഒരു സിംഗിൾ സ്ട്രിങ് ആണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഇഫ് യു വാണ്ട് ടു എൻ്റർ മോർ സ്ട്രിങ്സ് യു ഹാവ് ടു യൂസ് ദ എഫ് ഡോട്ട് റൈറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ അല്ലേ. ഒരു എഫ് ഡോട്ട് റൈറ്റിൽ ഒരു സ്ട്രിങ്ങാണ്, അത് 1 ക്യാരക്ടർ ആയാലും ഒരു 5 ക്യാരക്ടേഴ്സിലൊരു വേർഡ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു സിംഗിൾ സ്ട്രിങ് ആണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നിലധികം വേർഡ്സ് അല്ലെങ്കിൽ ഒന്നിലധികം സ്ട്രിങ്സ് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു യൂസ് ദ എഫ് ഡോട്ട് റൈറ്റ് ഫംഗ്ഷൻ അഗെയിൻ. ഈസ് ഇറ്റ് ക്ലിയർ? So in this what I want to tell you here is ഇവിടെ ഞാൻ ഡബിൾ കോട്ട്സിനകത്ത് കൊടുക്കുന്നില്ല. Why? Because if you want to assign the things inside the right, do one thing. You can take a variable, save the content over there like a string, okay? Then you can use the f dot write of the variable can be written without double quotes, okay? സോ രണ്ടാമത്തെ കേസിൽ ഞാൻ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരിക? കമ്പ്യൂട്ടർ സയൻസ് അലോങ് വിത്ത് ദിസ് പൈത്തൺ വിൽ ബി ദിയർ വിത്തൗട്ട് സ്പേസ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഉടനെ അവിടെ സ്പേസ് ഒന്നും ഉണ്ടാവില്ല, പൈത്തൺ തന്നെ ഡയറക്റ്റ് പ്രിൻ്റ് ആയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, നോക്കി നോക്കൂ കേട്ടോ. ദാറ്റ് ഈസ് എ തിങ് യു ഹാവ് ടു ഡു അവർ ഹിയർ. സോ റിമെമ്പർ ഹിയർ ദ ഔട്ട്പുട്ട് വിൽ ബി കമ്പ്യൂട്ടർ സ്പേസ് സയൻസ് ആൻഡ് വിത്തൗട്ട് സ്പേസ് പൈത്തൺ വിൽ ബി പ്രിൻറ്റഡ്. സോ നമുക്ക് ഇവിടെ പൈത്തൺ എന്നുള്ളത് കുറച്ച് സ്പേസിൽ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഡു വൺ തിങ്. നമ്മളിവിടെ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് സ്പേസ് ഇട്ടിട്ട് ബിക്കോസ് സ്പേസ് വിൽ ആൾസോ കൺസിഡർ എ സ്ട്രിങ്, റൈറ്റ്? സ്പേസ് ഇട്ടതിന് ശേഷം പൈത്തൺ എന്ന് കൊടുക്കുകയാണെങ്കിൽ യുവർ ആൻസർ വിൽ ബി കമ്പ്യൂട്ടർ സയൻസ് വിൽ ബി ദിയർ. കമ്പ്യൂട്ടർ സയൻസ് സ്പേസ് ഈസ് ദിയർ. ഈ ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ടോ? then space python will be okay. But if you want to write in this next line, ഇപ്പോൾ ഒരു സിംഗിൾ ലൈനിലല്ലേ പ്രിൻ്റ് ആവുക സ്പേസ് കൊടുത്ത്. if you want to get in the next line you can do one thing, slash in means താഴത്തേക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്ലാഷ്. അതല്ല കുറച്ച് ടാബ് സ്പേസാണ് വേണ്ടെങ്കിൽ you can use /t. This is tab space, okay? This is tab space. So remember two things. One is /t, that is tab space, that will give you tab space in between the words. /n means it will give you the enter space, okay? And if you are not giving any space means the every words will be combined together. നമ്മൾ റൈറ്റിൽ കൊടുക്കുന്ന ഓരോ കണ്ടൻറ്റും സ്പേസ് ഇല്ലാതെയാണ്. ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് കിട്ടും. അല്ലാതെ നമ്മൾ ഓരോ പ്രാവശ്യം റൈറ്റ് കൊടുക്കുമ്പോഴും ഈ ഒരു വേർഡിൻ്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടായിരിക്കും മറ്റത് ജോയിൻ ചെയ്യുന്നുണ്ടാവുക. Clear ആയോ? So here what we have learned is we have learned the write function. In this write function either you can use a variable and you can call the values in the variable as a string, then you can put it in the write function. Otherwise you can directly. But remember നമുക്ക് ഇങ്ങനെ ഒരു കേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് ഓരോ റൈറ്റിലും കൊടുക്കുന്നത്, ഓക്കെ? നൗ നെക്സ്റ്റ് ഫംഗ്ഷൻ റൈറ്റ് ലൈൻസ്. ശ്രദ്ധിക്കുക, നമ്മൾ തൊട്ട് മുമ്പ് കൊടുത്തത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് റൈറ്റിനകത്താകുമ്പോൾ സ്ട്രിങ് ആയിട്ട് കൊടുത്തു. ഇവിടെ ഞാനത് ഒരു ലിസ്റ്റിനകത്ത് സ്ട്രിങ് ആയിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഐറ്റം ഇസ് ഇൻ ദ ഫോം ഓഫ് സ്ട്രിങ്, ഓക്കെ? ദാറ്റ് മീൻസ് ലിസ്റ്റ് ഓഫ് സ്ട്രിങ് is equal to within double quote, within square bracket, within double quotes computer science. Now I am opening the file in the റൈറ്റ് മോഡ്. ഇവിടെ ഞാൻ റീഡ് കോൾ ചെയ്തിട്ടില്ല കേട്ടോ, സ്പേസ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു പ്രോഗ്രാം പ്രോഗ്രാമിൽ ചെയ്തതിന് ശേഷം വേറൊരു പ്രോഗ്രാമിൽ റീഡ് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിന് താഴെ തന്നെ റീഡിൻ്റെ കമാൻഡ് എഴുതിയാലും മതി കേട്ടോ, ഓക്കെ? സോ നെക്സ്റ്റ് എഫ് ഡോട്ട് റൈറ്റ് ലൈൻസ് ഓഫ് എസ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, റൈറ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകത ലിസ്റ്റിനകത്തുള്ള കണ്ടൻറ്റ്
ഫയലിലേക്ക് റൈറ്റ് ലൈൻ യൂസ് ചെയ്യുന്നതാണ് റൈറ്റ് ലൈൻസ്. സോ എസ് ഒരു ലിസ്റ്റാണ്, അതിനകത്തുള്ള കണ്ടൻറ്റ് സ്ട്രിങ് അല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത്, അതങ്ങനെ ഫയലിലേക്ക് കണ്ടൻറ്റ് റൈറ്റ് ആവും. അപ്പോൾ എന്താ റൈറ്റ് ആവുക, കമ്പ്യൂട്ടർ സയൻസിന് റൈറ്റ് ആയിട്ടുണ്ടാവും. Again, I am calling the right lines function, but I am not using the variable. I am directly assigning the list inside the right lines. ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ഫയലിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ സയൻസ് സ്പേസ് പൈതൺ എന്ന് വരും. സ്പേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിനോട് ജോയിൻ ആയി. ബാക്കിയൊക്കെ കോൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രണ്ട് കോൺസെപ്റ്റ് അറിയാലോ, താഴത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലാഷ് അല്ലേ, ഒരു ഫസ്റ്റ് ലൈൻ കഴിഞ്ഞ് സെക്കൻഡ് ലൈനിലേക്ക് ന്യൂ ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ പൈതൺ, അല്ല ടാബ് സ്പേസ് വേണമെങ്കിൽ /t. ഇത് ന്യൂ ലൈൻ, ഇത് ടാബ് സ്പേസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ വേ ഹാവ് ടു യൂസ്. ഓക്കെ, സോ ദ റൈറ്റ് ലൈൻസ് മീൻസ് വി ഹാവ് ടു ഇൻസേർട്ട് ദ കണ്ടൻറ്റ് ആസ് എ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്, ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ കണ്ടൻറ്റ് ആൾസോ ലിസ്റ്റ് ഓഫ് സ്ട്രിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ റേറ്റ് ലൈൻസ്. കറക്റ്റ് അല്ലേ, റേറ്റ് ലൈൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അതിനകത്തുള്ള കണ്ടൻറ്റ് നമുക്ക് ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആയിട്ട് കിട്ടും. ശ്രദ്ധിക്കുക, ഓരോ ലൈനും ഒരു ഐറ്റമാണ് ആ സ്ട്രിങ്ങിനകത്ത്. ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു ഐറ്റമാണ്. As a string, it will be there in the list. I will tell you once again. Is it clear till this right and right lines? Right means you are writing a single string, and right line means you are writing a list of string. Correct? In both the way you can use. ഒരു വേരിയബിളിലേക്ക് കൊടുത്താലും കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് കൊടുത്താലും no problem. Is it clear till this? See here, I want to tell you the differences between rate line and rate lines. I think you are familiar with these topics, right? Let me repeat once again. Can you see the program? Okay. So here, see, this is our file. Just assume this is our file. We are having 3 lines. First line is with the 2 words. Hi, space, hello is there. അപ്പോൾ എങ്ങനെയാണ് സ്പേസ് ഇട്ട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ന്യൂ ലൈൻസിലേക്ക് വരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് കമ്പ്യൂട്ടർ. ദ തേർഡ് ലൈൻ ഇസ് വിത്ത് 1 word Python. Okay, as the file is like this. F equal to open of new.txt, or I am opening the file in the read mode. Then print of reader. What is the use of the read function actually? If you use the read function, what will happen? If you use the read function means you will be getting the whole result, right? ഈ കണ്ടൻറ്റ് മൊത്തത്തിൽ നമുക്ക് ഫയൽ അതേപോലെ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് തരും. സോ ഇൻ ദിസ് ലൈൻ യുവർ റിസൾട്ട് വിൽ ബി നത്തിങ് ബട്ട് ദ സെയിം തിങ്, right? Hi, hello, computer, Python. The whole content will be displayed on your screen. And what about the f.rate line? When you come to the third line, rate line function will display only the single line from your file. ഒരു പ്രാവശ്യം നമ്മൾ കോൾ ചെയ്ത it will be with the first line. So the answer in this section will be hi space hello will be there. Single line will be. If you want to get the second line, you have to call the rate line function again. കറക്റ്റ് അല്ല, ഓരോ പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം റേറ്റ് ലൈൻ ഫംഗ്ഷൻ കോൾ ചെയ്ത് കൊടുക്കണം. ദെൻ നെക്സ്റ്റ് ഇസ് റേറ്റ് ലൈൻസ്. റേറ്റ് ലൈൻസ് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫുൾ കണ്ടൻറ്റും ഡിസ്പ്ലേ ആവും സ്ക്രീനിൽ, ബട്ട് ആസ് എ ലിസ്റ്റ് ഓഫ് സ്ട്രിങ്. അതായത് ഓരോ ലൈനും ഓരോ കണ്ടൻ്റ് ആയിരിക്കും കേട്ടോ, ഓരോ ഐറ്റം ആയിരിക്കും. അതായത് ഇതിനകത്ത് ഹായ് ഹലോ then you are having the new space is there. That means next line is there, right? So along with this new slash will be there. അങ്ങനെ ഓരോ സെൻറ്റൻസും അല്ലെങ്കിൽ ഓരോ ലൈൻസും ഒരു ഐറ്റമായിട്ട് ലിസ്റ്റിൽ വരിക. നെക്സ്റ്റ് തിങ് കമ്പ്യൂട്ടർ, ദെൻ സ്ലാഷൻ വിൽ ബി ദിയർ. അതൊരു എൻ്റർ സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ സ്ലാഷൻ വരും കേട്ടോ. ദെൻ പൈതൺ, അവിടെയും ഒരു സ്ലാഷൻ വരും. നോക്കി നോക്കാം കേട്ടോ. അതായത് റേറ്റ് ലൈൻസിൻ്റെ പ്രത്യേകത, എല്ലാ കണ്ടൻറ്റും നമുക്ക് ഡിസ്പ്ലേ ആവും. എല്ലാ കണ്ടൻറ്റും ഡിസ്പ്ലേ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ലൈൻസും ഓരോ സ്ട്രിങ് ആയിട്ട് ഓരോ ഐറ്റമായിട്ട് ലിസ്റ്റിനകത്ത് ഡിസ്പ്ലേ ആവും. പിന്നെ ആ ഓരോ ഐറ്റത്തിൻ്റെയും എൻഡിൽ ന്യൂ ലൈൻ ക്യാരക്ടറും കൂടി വരും എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റേറ്റ് മീൻസ് ഇറ്റ് വിൽ ഗിവ് യു ദ ഹോൾ കണ്ടൻറ്റ്. റേറ്റ് ലൈൻ മീൻസ് എ സിംഗിൾ കണ്ടൻറ്റ്. റേറ്റ് ലൈൻസ് മീൻസ് it will give you a list of strings. Remember each line from your file as a സിംഗിൾ ഐറ്റം ഇൻ യർ ലിസ്റ്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇതിനെല്ലാത്തിനും ഒരു ഡീഫോൾട്ട് വാല്യൂ ഉണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും നമ്മളൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണ്. -1 മീൻസ് സെയിം ഡ്യൂട്ടിയാണ്. അതായത് റീഡ് ഓഫ് -1 മീൻസ് ദ ഹോൾ കണ്ടൻറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. റീഡ് ലൈൻ മീൻസ് ദ ഫസ്റ്റ് കണ്ടൻറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. ഫസ്റ്റ് മീൻസ് എവിടെയാണോ അവർ നിൽക്കുന്നത് ഫസ്റ്റ് പൊസിഷനിൽ ആ ഫസ്റ്റ് ലൈൻ വിൽ ബി ഡിസ്പ്ലേഡ്. അല്ലെങ്കിൽ ഒരു ലൈൻ സിംഗിൾ ലൈൻ മാത്രം ഡിസ്പ്ലേ ആവും. റീഡ് ലൈൻസ് മീൻസ് ദ ഹോൾ കണ്ടൻറ്റ് വിത്ത് the same definition, whole content with a list of string. And remember each line is a single item in a string, right? Okay, ഇനി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ, റിമെമ്പർ നമുക്കിവിടെ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത് 3 ആണെന്ന് വിചാരിക്കുക. സോ റീഡ് ഓഫ് 3 മീൻസ് what will happen, it will take 3 arguments. The answer here will be high. റീഡ് ഓഫ് ഇവിടെ ഞാൻ
3 കൊടുത്തു, ഇഷ്ടമുള്ളത് കൊടുക്കാമല്ലോ, 3 കൊടുക്കുകയാണ്. റീഡ് ഓഫ് 3 എന്ന് റീഡ് ലൈൻ ഓഫ് 3 പറയുമ്പോൾ ഓൾറെഡി ഞാൻ റീഡ് ചെയ്ത് ഹൈ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ, പൊസിഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്. റീഡ് ലൈൻ ഓഫ് 3 പറയുമ്പോൾ ദ സ്പേസ് ദെൻ 1 സ്പേസ് വിൽ ബി 1 2 3. ദാറ്റ് മീൻസ് റിമൈനിങ് സെക്ഷനിൽ ബാക്കിയുള്ളത് മാത്രമേ റീഡ് ആവുള്ളൂ അല്ലേ. ആ പർട്ടിക്കുലർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ സ്പേസ് ഈസ് ദിയർ, ദെൻ എച്ച് ഇ വിൽ ബി ദിയർ. ക്ലിയർ ആയോ? അതായത് ഫസ്റ്റ് ലൈൻ തന്നെ റീഡ് ആവുക, അതിൽ 3 ക്യാരക്ടർ. ഓൾറെഡി നമ്മൾ റീഡിൽ ഒരു 3 ക്യാരക്ടർ വായിച്ചതുകൊണ്ട് ബാലൻസ് ആയിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ടുള്ള 3 ക്യാരക്ടർ എടുക്കുള്ളൂ. റീഡ് ലൈൻസിനകത്ത് നമ്മൾ ഒരു 3 എന്ന് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ഡിസ്പ്ലേ ഓൺലി 3 contents or 3 items in your list. 3 items എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? So here read lines of 3 means it is also actually bytes or characters from the string. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 3 എന്ന് പറയുമ്പോൾ 1 2 3 മാത്രമല്ല, ബിക്കോസ് എ സിംഗിൾ ലൈൻ വിൽ ബി ആസ് എ സ്ട്രിങ് ഇൻ ദ ലിസ്റ്റ്, റൈറ്റ്? അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും വരും കേട്ടോ. ഈ 3 എന്ന് മാത്രമുള്ള കൗണ്ടല്ല, ഫസ്റ്റ് ലൈൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഹായ് ഹലോ ഡിസ്പ്ലേ ആവും. അതിപ്പോൾ 3 ആയാലും 4 ആയാലും 5 ആയാലും ഈവൻ ക്യാൻ കൗണ്ട് ഇറ്റ്. ഇതിനകത്ത് വരുന്നില്ല, അതിനെ വീണ്ടും ബ്രേക്ക് ചെയ്യില്ല എന്നർത്ഥം. ബിക്കോസ് നമ്മൾ പറഞ്ഞു ഒരു ലൈൻ എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യല്ലേ, സിംഗിൾ സ്ട്രിങ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ബൈറ്റ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ സിംഗിൾ ലൈൻ ഫുള്ളായിട്ട് തന്നെ ഡിസ്പ്ലേ ആവും. അത് ഈവൻ 3 ആയാലും 4 ആയാലും 5 ആയാലും സിംഗിൾ ലൈൻ തന്നെയാണ് അതിനകത്ത് വരിക അങ്ങനെ. പക്ഷെ നോർമലായിട്ട് നമ്മൾ ഇപ്പോൾ ലൈൻസിനകത്ത് ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ടെക്സ്റ്റിലൊന്നും കണ്ടിട്ടില്ല, എങ്കിലും ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ജസ്റ്റ് ചെക്ക് ഇറ്റ്, ഓക്കെ? സോ വി ഹാവ് ലേൺ റീഡ് ലൈൻ ആൻഡ് റീഡ് ലൈൻസ് ഈസ് ദിയർ ആൻഡ് you know differences also, right? So this is enough for today's class. Thank you.